LDFിന്റെ പ്രകടന പത്രികയ്ക്ക് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമ രൂപം നൽകും എന്നൊരു വാർത്ത വരുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ ഉയർത്തണമെന്നാണ് സബ് കമ്മിറ്റി നിർദ്ദേശം. ഇപ്പോൾ 2000 നിന്ന്, പക്ഷേ കഴിഞ്ഞ തവണ 2500 പറഞ്ഞ്, പക്ഷേ 2000 ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. അത് 3000 ആക്കി മാറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. സബ് കമ്മിറ്റി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അംഗീകരിച്ചോ എന്നറിയില്ല. കാര്യം പറഞ്ഞാൽ കൊടുക്കണം, അതാണല്ലോ ഇടതുമുന്നണി പറയുന്നൊരു കാര്യം. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. എന്തായാലും KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും സ്ത്രീ സുരക്ഷാ പെൻഷൻ റേഷൻ കാർഡ് മാനദണ്ഡമാക്കാതെ എല്ലാവർക്കും നൽകുന്നതും പരിഗണനയിലുണ്ടെന്നാണ് വിവരം. അപ്പോൾ കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും റേഷൻ കാർഡൊന്നും നോക്കാതെ പൈസ കൊടുക്കാൻ പോവാണോ? തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. റഹീസ് റഷീദ്, ചുരുക്കത്തിൽ KSRTCയുടെ കാര്യം ഒരു തീരുമാനമാവൂ? ഇപ്പം UDF സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സൗജന്യ യാത്ര, ഇപ്പോൾ LDF ഒരുപക്ഷെ സമ്പൂർണ്ണ സൗജന്യ യാത്ര പ്രഖ്യാപിക്കുകയാണെങ്കിൽ ചെക്കിന് ചെക്ക് എന്നുള്ള മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്താണ് പ്രകടന പത്രികയിൽ വരാൻ സാധ്യതയുള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ പ്രകടന പത്രിക കണ്ടിട്ടില്ല, നമ്മൾ പഠിച്ച പണി 18 നോക്കിയിട്ടും ഒരു കാര്യം ചോർന്ന് കിട്ടിയതുമില്ല. അതാണ് കൗതുകകരമായ കാര്യം. എങ്കിലും ചില സൂചനകൾ റഹീസ് റഷീദിന് കിട്ടി. സബ് കമ്മിറ്റിയുടെ നിർദ്ദേശം എന്താണ്? റഹീസ് റഷീദ്, എന്തൊക്കെ സാധ്യതയുണ്ട്? കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഹൃദയസ്തംഭനം വരും ഇത്രയും ഓഫറുകൾ വരുമ്പോൾ. ഒന്ന്, റേഷൻ കാർഡ് നോക്കാതെ 1000 രൂപ, പിന്നെ KSRTCയിൽ സൗജന്യ യാത്ര, പെൻഷൻ 3000, പിന്നെ എല്ലാം. അങ്ങനെയാണെങ്കിൽ ഒരു പണി എടുക്കാതെ വീട്ടിൽ ഇരുന്നാൽ പോരെ ആൾക്കാർ ചോദിക്കൂലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ റഹീസ്, എന്താണ് സബ് കമ്മിറ്റി നിർദ്ദേശം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. UDF മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിൽ വേണം എന്ന് പ്രകടന പത്രിക തയ്യാറാക്കിയ LDFിൻ്റെ സബ് കമ്മിറ്റി ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. ഡോക്ടർ തോമസ് ഐസക് ചെയർമാനായ CPIയുടെ പ്രകാശ് ബാബു, വർഗീസ് ജോർജ്, മാത്യു ടി തോമസ് എന്നിവരൊക്കെ അടങ്ങുന്ന ഒരു സബ് കമ്മിറ്റിയാണ്. ആ സബ് കമ്മിറ്റി ഒരു പ്രകടന പത്രികയുടെ കരട് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് ഇന്നലെ നൽകിയിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി അത് അന്തിമമാക്കും. അതിനകത്തുള്ളത് ക്ഷേമ പെൻഷൻ 3000, കുറഞ്ഞത് 3000 എന്ന പ്രഖ്യാപനം ഉണ്ടാകണം. പരമാവധി പോവുകയാണെങ്കിൽ 3500, 3000 അല്ലെങ്കിൽ 3500 എന്ന വാഗ്ദാനമായിരിക്കും ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക എന്നത് അത് ഏറെക്കുറെ വ്യക്തമാണ്. മറ്റൊന്നത്, ഈ സൗജന്യ യാത്ര KSRTCയിൽ വനിതകൾക്ക് എന്നൊരു പ്രഖ്യാപനം കോൺഗ്രസ് ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. സമാനമായ ഒരു ആശയം, അതല്ലെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരാശയം വേണം എന്നാണ് സബ് കമ്മിറ്റിയുടെ ഒരു ആലോചന. അത് മുഖ്യമന്ത്രിക്ക് നൽകിയ കരടിലുണ്ട്. മറ്റൊന്ന്, നിലവിൽ 35 വയസ്സിന് മുകളിലുള്ള നീല മഞ്ഞക്കാർഡ് ഉള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് 1000 രൂപ കൊടുക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളിലുമാണ്. അത് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും നൽകണം എന്നൊരു കാര്യം കൂടി ഈ പ്രകടന പത്രിക കമ്മിറ്റിയുടെ മുമ്പിൽ അഭിപ്രായമായി വന്നിട്ടുണ്ട്. അതും മുഖ്യമന്ത്രിക്ക് കൊടുത്ത കരടിലുണ്ട്. ഇന്ന് തിരുവനന്തപുരത്തുള്ള മുഖ്യമന്ത്രി അത് പരിശോധിച്ചതിന് ശേഷം കൃത്യമായ ഒരു തീരുമാനമെടുക്കും. നാളെയോ മറ്റന്നാളോ LDFിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കാനാണ് സാധ്യത എന്നാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ റഹീസ് റഷീദ്, ഇതൊരു ഇനിയിപ്പോൾ UDF അവരുടെ പ്രകടന പത്രിക ഇനി തിരുത്തു. 3000 പറഞ്ഞാൽ 3500, 3500 പറഞ്ഞാൽ 4000. ഇതൊന്ന് ലേലം വിളിയാ? പെൻഷൻ്റെ കാര്യമാണ്. കൊടുക്കുന്നതേ പറയാവൂ, പറയുന്നത് കൊടുക്കുകയും വേണം എന്നുള്ളതാണ് നമുക്ക് എല്ലാ മുന്നണികളോടും പറയാനുള്ളത്. പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കരുത്, അതാര് പറഞ്ഞാണെങ്കിലും ശരി.